ഇന്ന് നിശബ്ദ പ്രചരണ ദിവസം. എങ്ങനെയാണ് ഇന്നത്തെ പരിപാടികൾ? ഞാൻ കുറച്ച് സ്ഥാപനങ്ങളിലൊക്കെ പോയി, അതിനുശേഷം ഇപ്പോൾ കോട്ടയം മാർക്കറ്റിൽ ഒരു മേഖലയിൽ കുറേ കടകളിലൊക്കെ കയറി അവരോടൊക്കെ വോട്ട് ആവശ്യപ്പെട്ടു. അത്രേ ഉള്ളൂ, അല്ലാതെ വലിയ ഒച്ചയും ബഹളമൊന്നും പാടില്ലല്ലോ. വളരെ നിശബ്ദമായിട്ട് തന്നെ പ്രചരണം നടക്കുന്നു. ഈ സാമുദായിക സംഘടനാ നേതാക്കൾ, മതനേതാക്കൾ, അങ്ങനെ അവരെയൊക്കെ തന്നെ നേരത്തെ തന്നെ കണ്ടിരുന്നു. പിന്നെ ഇപ്പോൾ ചില സ്ഥാപനങ്ങളിലൊക്കെ പോകാൻ വിട്ടുപോയ അല്ലെങ്കിൽ കാണാൻ പറ്റാതിരുന്ന ചില സ്ഥാപനങ്ങളിലൊക്കെ രാവിലെ ഒന്ന് പോയി കണ്ടു. എല്ലാവരും വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഭംഗിയായിട്ട് പോകുന്നു. എങ്ങനെയുണ്ട്? നിശബ്ദമാണ്, എന്നാലും അടിയൊഴുക്ക്, ഉള്ളിലൊരു ആകാംക്ഷ, അങ്ങനെ എന്തെങ്കിലും? ഇല്ലില്ല, ആകാംക്ഷയുടെ പ്രശ്നമൊന്നുമില്ല. UDF സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആത്മവിശ്വാസമാണ്. ഇതൊരു അടിയുറച്ച UDF മണ്ഡലമായിട്ടാണല്ലോ പൊതുവെ എല്ലാവരും പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ, പിന്നെ അതല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ഞങ്ങൾക്ക് കിട്ടിയൊരു ഫീൽ എന്ന് പറയുന്നത് ജനങ്ങൾ വലിയ തോതിൽ UDF പിന്തുണയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷ മേഖലകൾ എന്ന് അവകാശപ്പെടുന്ന സ്ഥലങ്ങളിൽ പോലും ജനങ്ങളുടെ ഒരു ആഭിമുഖ്യം ഈ പ്രാവശ്യം UDF ഒപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിജയപ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ട്. ഇന്ന് പത്രത്തിലൊരു പരസ്യം ഉണ്ടായിരുന്നു. ഇന്ത്യ മുന്നണി LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ, താങ്കളുടെയും പരസ്യം ഉണ്ടായിരുന്നു, UDF മുന്നണി സ്ഥാനാർത്ഥി. അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള CPMന്റെ ശ്രമം അല്ലെങ്കിൽ LDF മുന്നണിയുടെ ശ്രമമാണെന്ന് തോന്നുന്നുണ്ടോ? ഇതേ ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ കോട്ടയം, പ്രത്യേകിച്ച് കോട്ടയം, കേരളത്തിൽ ഒരിടത്തും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് കോട്ടയം 100% സാക്ഷരത ആദ്യം കൈവരിച്ച ഒരു ജില്ലയാണിത്. ജനങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ 2 മാസത്തിലേറെ കാലമായി ജനങ്ങൾ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുക. എല്ലാ മുന്നണികളും പ്രചരണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആരാണ് LDF, ആരാണ് UDF എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ. പിന്നെ ചിഹ്നത്തിൻ്റെ പ്രശ്നം, അതേക്കുറിച്ചും വ്യക്തമായ ധാരണ. പിന്നെ അപരന്മാർ വന്നപ്പോൾ അതിനെക്കുറിച്ചും ജനങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ അതൊക്കെ ജനങ്ങൾ വിലയിരുത്തി തീരുമാനിക്കട്ടെ. ഞാൻ അതിനപ്പുറം ഒരു കമൻറ്റ് പറയുന്നില്ല അതേക്കുറിച്ച്. എന്തായാലും വിജയത്തിൽ കുറഞ്ഞ് വേറെ പ്രതീക്ഷയൊന്നുമില്ല. വിജയത്തിൽ കുറഞ്ഞ് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? നല്ല വിജയമാണ് കൂടുതൽ. വിജയമുണ്ട്, വിജയം ചെറിയ സാധാരണ വിജയമല്ല, നന്നായിട്ട് വിജയിക്കണം എന്നുള്ള പ്രതീക്ഷയാണ്. അങ്ങനെ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് UDFനുള്ളത്. എല്ലാ വിജയാശംസകൾ. വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. എന്ത് തരം പ്രചരണം എതിരായി വന്നാലും അതെല്ലാം ജനം തിരിച്ചറിയും എന്നുള്ള പ്രതീക്ഷ കൂടിയുണ്ട് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് കെ ജോർജിന്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.